നമസ്കാരം പ്രിയമുള്ളവരെ. മൂന്നാമത്തെ അതിജീവിതം നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പാലക്കാട് എം.എൽ.എ. രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഇന്നലെ പാതിരാത്രി 12 മണിക്ക് അദ്ദേഹം താമസിച്ചിരുന്ന ഹോട്ടലിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന വിവരം മാധ്യമങ്ങൾ വലിയ പ്രാധാന്യത്തോടു കൂടി തന്നെ ചർച്ച ചെയ്യുന്നുണ്ട്. നമ്മൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള കഴിഞ്ഞ പരാതികൾ പഠിക്കുമ്പോൾ ഈ പരാതി വളരെ കൃത്യമായി ഗെയിം പ്ലാനോട് കൂടി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടി നടന്നിട്ടുള്ളതാണ് എന്ന് വ്യക്തമാണ്. കാരണം നേരത്തെ ഇത്തരം പരാതികൾ ഉയർന്നപ്പോൾ അത് ദൃശ്യമാധ്യമങ്ങൾ വലിയ ചർച്ചയാകുകയായിരുന്നു. രണ്ടാമത് പരാതി നൽകിയ അതിജീവിത മുഖ്യമന്ത്രിയെ കാണുന്നതും DGPക്ക് പരാതി നൽകുന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ മാധ്യമങ്ങൾ വളരെ പ്രാധാന്യത്തോടുകൂടി തന്നെ ചർച്ച ചെയ്തിരുന്നു. അത് ദൃശ്യമാധ്യമങ്ങൾ വഴി വളരെ വ്യാപകമായി ചർച്ച ചെയ്തിരുന്നു. മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തിന് പോലീസിൽ നല്ല ഇൻഫ്ലുവൻസ് ഉണ്ട് എന്നാണ് മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ. ഇങ്ങനെ ഒരു പരാതി നൽകിയിട്ടുണ്ട്, രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരുപക്ഷെ അറസ്റ്റിലാകും എന്ന വിവരം പോലീസിൽ തന്നെ ഒരു വിഭാഗം രാഹുൽ മാങ്കൂട്ടത്തിനെ അറിയിച്ചിരുന്നു എന്നൊക്കെയുള്ള വാദഗതികൾ ആ സമയത്തുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് ഈ സോഴ്സുകളൊക്കെ ഉപയോഗിച്ച് വാർത്താമാധ്യമങ്ങളിൽ ഈ പ്രശ്നങ്ങൾ ചർച്ചയാകുന്നതും ഒരുപക്ഷെ പോലീസിൽ അദ്ദേഹത്തിന് ഉള്ള ഇൻഫോർമർ വഴി വിവരം ലഭിച്ചതുമൊക്കെ പരിഗണിച്ചുകൊണ്ട് അദ്ദേഹത്തിന് അവിടെ നിന്ന് രക്ഷപ്പെടുവാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ആ പരാതി ഉയരുമ്പോൾ അദ്ദേഹം പാലക്കാട് ബൈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട തിരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തായിരുന്നു. അവിടെ നിന്ന് അദ്ദേഹത്തിന് രക്ഷപ്പെടുവാനും കുറച്ചു നാളുകൾ ഒളിവിൽ കഴിഞ്ഞതിന് ശേഷം കോടതിയെ സമീപിച്ച് തൻ്റെ അറസ്റ്റ് തടയുന്നതിന് ആവശ്യമായ നിയമ നടപടികൾ സ്വീകരിക്കുവാനും അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. പക്ഷേ ഇപ്രാവശ്യം അതൊന്നുമില്ല. ഈ വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് ലഭിക്കുന്നില്ല. ഈ പരാതി ലഭിക്കുന്നത് തന്നെ ഓൺലൈനിലാണ്. പ്രത്യേകിച്ചും രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ പോലും ഫോണുകൾ സ്വിച്ച് ഓഫ് ചെയ്ത് വാങ്ങിച്ചിരുന്നു എന്നാണ് പറയുന്നത്. പോലീസിലെ പലരും അറിഞ്ഞിട്ടില്ല. വളരെ കൃത്യമായി തന്നെ കണ്ണിങ് ആയിട്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ നീക്കിയിട്ടുണ്ടായിരുന്നു. വ്യക്തമാണ്. രാഹുൽ മാങ്കൂട്ടത്തിന് വിവരങ്ങൾ ചോർന്നു കിട്ടാനുള്ള എല്ലാ സോഴ്സും അടച്ചുകൊണ്ട് തന്നെയാണ് പോലീസ് ഇപ്രാവശ്യം അവിടെ എത്തുകയും രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തത്. മറ്റൊന്ന്, ഈ പരാതിയിന്മേൽ, അതായത് കഴിഞ്ഞ 2 പരാതിയിന്മേൽ വളരെ വലിയ രീതിയിലുള്ള പഠനം നടന്ന് അതിന് മേലുള്ള എല്ലാ ഹോംവർക്കും ചെയ്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ പ്രാവശ്യം രക്ഷപ്പെട്ട ഈ 2 അതിജീവിതന്മാർ നേരത്തെ നൽകിയ പരാതിയിൽ രക്ഷപ്പെട്ട എല്ലാ പഴുതുകളും അടച്ച് അതിനൊക്കെ വേണ്ട കാര്യങ്ങൾ എഴുതി ചേർത്തുകൊണ്ട് തന്നെയാണ് ഈ മൂന്നാമത്തെ പരാതി നൽകിയിട്ടുള്ളത് എന്ന് വ്യക്തമാണ്. മാത്രമല്ല, ഈ മൂന്നാമത്തെ പരാതിയിൽ സാമ്പത്തിക ചൂഷണം കൂടി എഴുതി ചേർത്തിട്ടുണ്ട്. അത് രാഹുൽ മാങ്കൂട്ടത്തിനെ പൊതുജന മധ്യത്തിൽ കരിവാരത്തേക്കും എന്ന കാര്യത്തിലും സംശയമില്ല. പിന്നെ നമ്മൾ ഈ പരാതിമേൽ ചർച്ച ചെയ്യപ്പെടുന്ന മറ്റൊരു വിഷയം, ഈ പെൺകുട്ടി പറയുന്നത്, ഈ മൂന്നാമത്തെ അതിജീവിത പറയുന്നത്, രാഹുൽ മാങ്കൂട്ടത്തിനെ പരിചയപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തെ ആദ്യമായി കാണുന്ന സന്ദർഭത്തിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ നിർബന്ധപൂർവം അഥവാ ബലാത്സംഗം ചെയ്തു, തന്നെ നിർബന്ധിച്ച് ലൈംഗികമായി പ്രാപിച്ചു എന്നാണ്. താൻ ഓവുലേഷൻ ടൈമിലാണ് എന്ന് പറഞ്ഞിട്ടും തനിക്ക് ഗർഭധാരണ സാധ്യത കൂടുതലാണ് ഈ പ്രാവശ്യം, ഈ സമയത്ത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ എന്ന് പറഞ്ഞിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ കേട്ടില്ല. എനിക്ക് തന്നിലൊരു കുട്ടി വേണം എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ ലൈംഗികമായി പ്രാപിക്കുകയായിരുന്നു എന്നാണ് ആ പെൺകുട്ടി പറയുന്നത്. അതിനുശേഷം ആ പെൺകുട്ടി പറയുന്ന കാര്യങ്ങളിലാണ് നമുക്ക് വൈരുദ്ധ്യമായി തോന്നുന്നത്. പ്രത്യേകിച്ചും രാഹുൽ മാങ്കൂട്ടത്തിൽ ബലാത്സംഗം ചെയ്തു എന്ന് പറഞ്ഞതിന് ശേഷം ആ പെൺകുട്ടി പറയുന്നത്, അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നോട് പറഞ്ഞു, നമുക്ക് ഒന്നിച്ച് ഫ്ലാറ്റ് വാങ്ങിച്ച് പാലക്കാട് എവിടെയെങ്കിലും ഒന്നിച്ച് താമസിക്കാം. ആ ഉദ്ദേശത്തോടു കൂടി രാഹുൽ മാങ്കൂട്ടത്തിലും ആ പെൺകുട്ടിയും ഒരു ബിൽഡറെ കാണുവാൻ പോയി എന്ന് ഈ അതിജീവിത പറയുന്നുണ്ട്. അതായത് ബലാത്സംഗം ചെയ്തു എന്ന് പറയുന്ന ഒരാളോടൊപ്പം ഫ്ലാറ്റ് വാങ്ങിക്കാൻ വേണ്ടി ഒരു ബിൽഡറെ കാണാൻ പോകുന്ന ഒരു മാനസിക അവസ്ഥയെ എന്ത് വിളിക്കണം എന്നറിയില്ല. മാത്രമല്ല, പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ ബൈ ഇലക്ഷന് മത്സരിക്കുന്ന സമയത്ത് ഫ്ലാറ്റ് വാങ്ങുന്നതിന് പൈസ കൊടുത്തു, ഈ പെൺകുട്ടി പൈസ കൊടുത്തു എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ ഒന്നും ഒരു സോഴ്സ് നമുക്ക് മനസ്സിലാകുന്നത്. കാരണം ബലാത്സംഗം ചെയ്തു എന്ന് പറയുന്ന ഒരാൾക്ക് ഫ്ലാറ്റ് വാങ്ങിക്കുക, പൈസ കൊടുക്കുക, അയാളോട് ഒന്നിച്ച് ഫ്ലാറ്റ് വാങ്ങുന്നതിന് വേണ്ടി ബിൽഡറെ സമീപിക്കുക എന്നൊക്കെ പറയുന്നത് അല്പം നമുക്ക് വിശ്വസിക്കാൻ പ്രയാസമുള്ള കാര്യമാണ്. നമ്മൾ മര്യാഹാരമൊക്കെ കഴിക്കുന്ന ആളുകളാണല്ലോ. പ്രത്യേകിച്ചും ഈ തന്നോട് അപമര്യാദയായി പെരുമാറുന്ന, ഒരു സ്പർശനം കൊണ്ടോ ഒരു നോക്കുകൊണ്ടോ വാക്കുകൊണ്ടോ അപമര്യാദയായി പെരുമാറുന്ന ഒരാളുടെ ഒരു സാമീപ്യവും, അയാളുടെ നോട്ടം കൊണ്ടോ വാക്കുകൊണ്ടോ ഒരു സാമീപ്യവും ഒരു പെൺകുട്ടി ആഗ്രഹിക്കില്ല എന്നത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ തന്നെ നിർബന്ധപൂർവം ലൈംഗികമായി പ്രാപിച്ചു എന്ന് പറയുന്ന ഒരാളോടൊപ്പം ഫ്ലാറ്റ് വാങ്ങിക്കാൻ പോവുക, അയാൾക്ക് ചെരുപ്പ് വാങ്ങിച്ചു കൊടുത്തു, വലിയ കോസ്മെറ്റിക്സ് വാങ്ങിച്ചു കൊടുത്തു, വളരെ എക്സ്പെൻസീവായ പെർഫ്യൂം വാങ്ങിച്ചു കൊടുത്തു പിന്നീട് എന്നൊക്കെ പറയുന്നതിൽ വൈരുദ്ധ്യമുണ്ട് എന്ന് തന്നെയാണ് ഏറ്റവും പരമപ്രധാനമായ ഒരു കാര്യം. മറ്റൊന്ന്, ഇവിടെയും ഈ മൂന്നാമത്തെ അതിജീവിതയുടെ കാര്യത്തിലും ഗർഭകഥകളുണ്ട്. ഇവിടെ അല്പം വ്യത്യസ്തമുണ്ട്. കാരണം അതിജീവിതയുടെ ഗർഭം അലസിപ്പിക്കുവാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ നിർബന്ധിച്ചു എന്ന് പറയുന്നുണ്ട്. പക്ഷേ
ഗർഭം അലസിപ്പിച്ചിട്ടില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങനെ നിരന്തരം നിർബന്ധിക്കുന്നത് കൊണ്ട് ആ പെൺകുട്ടിക്ക് മാനസികമായ ആഘാതമുണ്ടായി. അങ്ങനെ ഗർഭം അലസിപ്പോയി. പക്ഷേ അതിൻ്റെ ഭ്രൂണം തെളിവായി സൂക്ഷിച്ചിട്ടുണ്ട് എന്നാണ് ആ പെൺകുട്ടി പറയുന്നത്. എന്തായാലും അതിലൊക്കെ നമുക്ക് കുറച്ച് വൈരുദ്ധ്യാത്മകത ഉണ്ട് എന്ന് തന്നെയാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം. സ്ഥിരം പല്ലവി തന്നെയാണ്. കുടുംബജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, ഭർത്താവുമായി ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിലുമായി സാമൂഹ്യ മാധ്യമങ്ങളിൽ പരിചയപ്പെടുന്നു. അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ ഹോട്ടൽ മുറിയിലേക്ക് ഈ പ്രശ്നം ചർച്ച ചെയ്യുന്നതിന് വേണ്ടി വിളിക്കുന്നു. അവിടെ വെച്ചാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ റേപ്പ് ചെയ്തതെന്ന് പറയുന്നത്. ഇനി യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് അല്ല അമേരിക്കൻ പ്രസിഡന്റ് ആണെങ്കിൽ പോലും സ്വകാര്യ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് ഹോട്ടൽ മുറിയിലേക്ക് വിളിക്കുമ്പോൾ പോകുന്നത് അത്ര സുഖകരമായ കാര്യമല്ല. നമ്മുടെ പെൺകുട്ടികൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റ് അത് കുറച്ചധികം പ്രശ്നങ്ങളിലേക്ക് കോൺഗ്രസ് പാർട്ടിയെ നയിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിലും ഇപ്പോൾ ഈ പെൺകുട്ടിയുമായിട്ടുള്ള ബന്ധം നിഷേധിക്കുന്നില്ല. പരസ്പരം ഇഷ്ടപ്പെട്ടുകൊണ്ട് തന്നെ ലൈംഗിക ബന്ധം പുലർത്തി എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നതായിട്ട് ഇപ്പോൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അറസ്റ്റ് ശേഷം എന്തായാലും ഒരു ഭ്രൂണം തെളിവായിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ DNA എടുക്കും. അതിനുശേഷം ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ DNA ആണ് ഈ ഭ്രൂണത്തിന് ഉത്തരവാദിയെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിയമ നടപടികൾ ഉണ്ടാകും എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. മാത്രമല്ല സാമ്പത്തിക സഹായം കൂടി ഈ കേസിലുണ്ട്, സാമ്പത്തിക ചൂഷണം കൂടിയുണ്ട്. അതിനുള്ള തെളിവുകൾ ഒക്കെയും ഈ പെൺകുട്ടി ശേഖരിച്ചു വെച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അടുത്ത ആളുകളുടെയും അദ്ദേഹത്തിൻ്റെയും ഒക്കെ അക്കൗണ്ടുകളിലേക്ക് പൈസ അയച്ചു കൊടുത്തതിൻ്റെ വ്യക്തമായ തെളിവുകൾ ഉണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. എന്തായാലും നമ്മുടെ പെൺകുട്ടികളൊക്കെ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു എന്ന് തന്നെയാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം. പ്രത്യേകിച്ചും ഈ സമൂഹത്തിൽ അല്പം വിലയും നിലയും സെലിബ്രേഷനും ഒക്കെയുള്ള ആളുകളുടെ ഇടയിലൊക്കെ അവരുമായിട്ട് കമ്പനി സ്ഥാപിക്കുവാൻ വേണ്ടി എന്തു നിലയിലുള്ള വെട്ടുവീഴ്ചകളും ചെയ്തിട്ട് പിന്നെ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിൽ നിന്നും വലിയ കാര്യമുണ്ട് എന്ന് തോന്നുന്നില്ല. പ്രത്യേകിച്ചും വിവാഹിതരാണ് എന്ന് പറയുകയും മറ്റൊരാളുമായിട്ട് പിന്നീട് ബന്ധം സ്ഥാപിക്കുകയും ഒക്കെ ചെയ്യുന്നത് അത്ര ഉചിതമായ കാര്യമല്ല. പ്രത്യേകിച്ചും ഇതിൽ ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ന്യായീകരിക്കുകയല്ല. ഇതിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രം കുറ്റക്കാരനാകുന്നില്ല എന്നാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം. പ്രത്യേകിച്ചും ഈ പെൺകുട്ടികളൊക്കെ വിവാഹിതരായിരുന്നു, വിവാഹ ജീവിതത്തിൽ ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധം സ്ഥാപിക്കുമ്പോഴും പിന്നീട് ലൈംഗിക ബന്ധം പുലർത്തുമ്പോഴും ഗർഭിണിയാകുമ്പോഴും ഒന്നും വിവാഹ ബന്ധം മോചിപ്പിച്ചിരുന്നില്ല. ഒരാളുടെ ഭാര്യ ആയിരുന്നുകൊണ്ട് തന്നെ മറ്റൊരാളുമായി ബന്ധം പുലർത്തുകയും അതിൽ ഗർഭിണിയാകുകയും ഒക്കെ ചെയ്തതിന് ശേഷം പിന്നീട് അതിജീവിതം എന്നൊക്കെ പറഞ്ഞു വരുന്ന ഒരു സാമൂഹിക നിലപാടിനോട് യോജിക്കാൻ പറ്റുന്നില്ല. ഒരുപക്ഷെ നമ്മൾ രാഹുൽ ഈശ്വറൊക്കെ പറയുന്നത് പോലെ സ്ത്രീകൾക്ക് മാത്രം നിയമത്തിൽ എന്തെങ്കിലും ഇളവുകൾ കൊടുക്കുന്നവരോട് നമുക്ക് യോജിക്കുവാൻ കഴിയുന്നില്ല എന്നാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ അയാളുടെ രാഷ്ട്രീയ ഭാവി ഇവിടെ വീണുടയുന്നു എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം. വലിയ പ്രതീക്ഷകളുള്ള ഒരു നേതാവായിരുന്നു. പ്രത്യേകിച്ചും സാമൂഹ്യ മാധ്യമങ്ങളിലെ വ്യക്തമായ ഇടപെടലുകളും ചാനലുകളിൽ എതിരാളികളെ നിലംപരിശായിക്കൊണ്ടുള്ള സാമർഥ്യമുള്ള അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ എല്ലാം ജനങ്ങൾക്ക് ഇഷ്ടമായിരുന്നു എന്നതാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം. പ്രത്യേകിച്ചും കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ സ്റ്റാർ ക്യാമ്പയിനറായിരുന്ന ഷാഫി പറമ്പിലിനെ പോലും പിന്തള്ളിക്കൊണ്ട് കോൺഗ്രസിൽ ഈ അടുത്ത സമയത്ത് ഏറ്റവും കൂടുതൽ നിറഞ്ഞു നിന്ന ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഈ ആരോപണങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാഷ്ട്രീയ ഭാവിയെ ഇല്ലാതാക്കുന്നു എന്ന് തന്നെയാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി എന്തായാലും പാലക്കാട് നിന്ന് മത്സരിക്കുവാൻ സാധ്യതയില്ല എന്നാണ് ഏറ്റവും വലിയ ഒരു നിഗമനമായ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത്. നമ്മുടെ യുവ നേതാക്കന്മാരൊക്കെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്നതും ഞാൻ ഈ അവസരത്തിൽ പറഞ്ഞുകൊള്ളട്ടെ. പ്രത്യേകിച്ചും ഈ ആരോപണങ്ങളിലൊക്കെ ചില ദുരൂഹതകളും ഒപ്പം മനഃപൂർവ്വം പെടുത്തുവാൻ വേണ്ടിയുള്ള ചില ഉദ്യമങ്ങൾ നടന്നിട്ടുണ്ടോ എന്ന് ആളുകൾ സംശയിക്കുന്നതോടൊപ്പം തന്നെ ഏതു പാർട്ടിക്കാരനായാലും ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് വരുന്ന ഇത്തരം മെസ്സേജുകൾ ആരാധനയൊക്കെ തോന്നി അയക്കുന്ന ഇത്തരം മെസ്സേജുകൾ അതിന് പിന്നാലെ പോയി ഇത്തരം കാര്യങ്ങൾ കുടുങ്ങാതിരിക്കുക. അതുപോലെ നമ്മുടെ സ്ത്രീകളും ആരായാലും സ്വകാര്യ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി ഹോട്ടലിൽ വിളിച്ചു വരുത്തിയാൽ അത് അമേരിക്കൻ പ്രസിഡന്റ് ആയാലും പോകാതിരിക്കുക. തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങുന്നു. മറ്റൊരു വീഡിയോ കാണുന്നത് നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ജയ് ഹിന്ദ്.